കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിൽ അറവുമാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരായ നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടെ പോലീസ് ലാത്തിചാർജ്. അറവുമാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമരക്കാർ തീയിട്ടു. സംഘർഷത്തിൽ റൂറൽ എസ്പിക്ക് ഉൾപ്പെടെ പരുക്കേറ്റു. ഷെബീർ ഉമറുണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ. ഷെബീർ, നേരത്തെയൊക്കെ വളരെ വലിയ രീതിയിലുള്ളൊരു സംഘർഷമായിരുന്നു ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ സംഘർഷത്തിന് അല്പം ശമനമായിട്ടുണ്ട്. പോലീസ് ഇപ്പോഴും അവിടെ തുടരുന്നുണ്ടോ? മറ്റു വിവരങ്ങൾ? ഈ സമരക്കാർ തീയിട്ട അറവുമാലിന്യ ഫാക്ടറി അതിനകത്ത് തീ അണക്കാനുള്ള ശ്രമം ഫയർഫോഴ്സ് നടത്തുന്നതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതായത് ഫയർഫോഴ്സ് ഈ തീ ഇട്ടുവെന്ന വിവരം ലഭിച്ച ഉടനെ തന്നെ ഫയർഫോഴ്സ് പുറപ്പെട്ടതാണ്. പക്ഷേ വഴിയിൽ ഫയർഫോഴ്സ് വാഹനങ്ങളെ തടഞ്ഞു, പ്രതിഷേധക്കാർ തന്നെ തടഞ്ഞു. ഇപ്പോഴാണ് ഇവർക്ക് ഇവിടേക്ക് എത്താൻ കഴിഞ്ഞത്. ഇതിനകത്ത് ഈ ഫാക്ടറിക്കകത്ത് അറവുമാലിന്യ സംസ്കരണ കേന്ദ്രത്തിനകത്ത് ഈ ഒരു മുഴുവൻ ഈ ഒരു കെട്ടിടം എന്ന് പറയാം, ഈ കെട്ടിടം മുഴുവൻ ഏതാണ്ട് കത്തി നശിച്ച നിലയിലാണ്. ഒപ്പം തന്നെ അതിനകത്തൊരു വാഹനം കത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഈ സമരക്കാർ തീയിട്ട വാഹനങ്ങൾ, പുറത്തു കിടക്കുന്ന വാഹനങ്ങൾ കത്തിക്കൊണ്ടിരിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ആദ്യം അതിനകത്താണ്, അതായത് ഈ ഫാക്ടറിക്കകത്ത് കെട്ടിടത്തിലെ തീയാണ് ഫയർഫോഴ്സ് അണച്ചത്. 3 യൂണിറ്റ് ഫയർഫോഴ്സ് വാഹനങ്ങളാണ് ഈ തീ അണയ്ക്കാനായി ഇവിടേക്ക് എത്തിയത്, ഈ ഫാക്ടറിക്കകത്തേക്ക് എത്തിയത്. ഇപ്പോൾ സമരക്കാർ തീയിട്ട വാഹനങ്ങൾ, അതായത് ഈ കണ്ടെയ്നർ വാഹനങ്ങളാണ് ഇവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരുന്നതും അതിനുപയോഗിക്കുന്ന വാഹനങ്ങളാണ്. ഈ 3 വാഹനങ്ങളും തീയിട്ടിട്ടുണ്ട്. അതിപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ്ട് പൂർണ്ണമായി തന്നെ കത്തി നശിക്കുന്ന നിലയിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ടയർ ഭാഗമാണ്, ഒരു വാഹനത്തിൻ്റെ ടയർ ഭാഗമാണ് ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ഫയർഫോഴ്സ് സംഘമെത്തി ഈ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇവിടുത്തെ ജീവനക്കാർ പറഞ്ഞത്, ഇതിനകത്ത് ജീവനക്കാർ ഉള്ളപ്പോഴാണ് പ്രതിഷേധക്കാരെത്തി തങ്ങളെ മർദ്ദിച്ച് ഈ ഫാക്ടറിക്കകത്ത് തീയിട്ടത്, വാഹനങ്ങൾക്കുൾപ്പെടെ തീയിട്ടത് എന്നാണ് ഈ ഫാക്ടറിക്കകത്ത് അറവുമാലിന്യ സംസ്കരണ കേന്ദ്രത്തിനകത്ത് ജോലി ചെയ്യുന്ന ജീവനക്കാർ പറഞ്ഞത്. ഒപ്പം തന്നെ പലരും പല വഴിക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു, ജീവനക്കാരിൽ പലരും എന്നുകൂടിയാണ് അവർ പറയുന്നത്. എന്തായാലും അറവുമാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ നേരത്തെ നമുക്കറിയാം വലിയ തരത്തിലുള്ള സമരം ഉണ്ടായിരുന്നു. വലിയ തരത്തിലുള്ള സമരത്തിനൊടുവിൽ താൽക്കാലികമായി അടച്ചിടുന്നു, ചർച്ച ചെയ്യുന്നു. അതിനുശേഷം ഈ സമരസമിതി മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് പ്രവർത്തിക്കാം എന്ന് അംഗീകരിക്കുന്നു, സമരസമിതി അംഗീകരിക്കുന്നു. ഒപ്പം തന്നെ ഫാക്ടറി അധികൃതരും ഈ അറവുമാലിന്യ സംസ്കരണ കേന്ദ്രം അധികൃതരും അത് അംഗീകരിക്കുന്നു. എന്നാൽ പിന്നീട് പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിൽ ഇവരുടെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായ ധാരണയെല്ലാം ലംഘിച്ച് വലിയ തരത്തിൽ പ്രയാസമുണ്ടാക്കുന്ന തരത്തിൽ, നേരത്തെ ഈ സമരസമിതി ഉന്നയിച്ച കാര്യങ്ങൾ ആ നിലയ്ക്ക് തന്നെ വലിയ തരത്തിൽ പ്രയാസമുണ്ടാകുന്ന നിലയിലേക്ക് ഈ ഫാക്ടറിയുടെ അറവുമാലിന്യ സംസ്കരണ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം മാറി. ഇതോടുകൂടിയാണ് ഇവർ ഈ നിലയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഉന്നയിച്ച് സമരവുമായി രംഗത്ത് വന്നത്. കഴിഞ്ഞ ദിവസം തഹസിൽദാർ അടക്കമുള്ളവർ ചർച്ച നടത്തിയിരുന്നു സമരസമിതിയുമായി. പക്ഷേ ഇവർ ഈ ധാരണ ലംഘിച്ചു. അതിനാൽ തന്നെ ഇതിന്റെ പ്രവർത്തനം അംഗീകരിക്കില്ല എന്ന നിലപാടിലായിരുന്നു സമരസമിതി. അങ്ങനെയാണ് ഇന്ന് രാവിലെ മുതൽ അനിശ്ചിതകാല ഇപ്പോൾ പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ച ഹോസ്പിറ്റലിൽ നിന്നും ദൃശ്യ പുതിയടത്ത് കൂടി ചേരുന്നുണ്ട്. ദൃശ്യ, പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം അവിടെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെ വിവരങ്ങൾ? വർഷ, റൂറൽ എസ്പിയെ പ്രവേശിപ്പിച്ച സ്വകാര്യ ഡെന്റൽ ക്ലിനിക്കിന് മുന്നിലാണ് ഞാനുള്ളത്. അദ്ദേഹം അകത്ത് ചികിത്സ തുടരുകയാണ്. അല്പസമയം മുൻപാണ് അദ്ദേഹത്തെ ഈ ഡെന്റൽ ക്ലിനിക്കിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ ചുണ്ടിനും പല്ലിനും ഇതുകൂടാതെ കാൽമുട്ടിനും അടക്കം പരിക്കേറ്റിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ഈ റൂറൽ എസ്പിയെ കൂടാതെ തന്നെ പിന്നെ ASI കൂടാതെ ഈ നിരവധി നാട്ടുകാരും പോലീസുകാരും ഒക്കെ ഇപ്പോൾ ഈ താമരശ്ശേരി താലൂക്ക് ആശുപത്രി, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇവിടെയൊക്കെ തന്നെ ചികിത്സയിൽ തുടരുന്ന ഒരവസ്ഥയുണ്ട്. റൂറൽ എസ്പിയുടെ ചുണ്ടിനും പല്ലിനും കൂടാതെ കാൽമുട്ടിനുമാണ് പരിക്കേറ്റിട്ടുള്ളത്. നിരവധി പോലീസുകാരുടെ തലക്കടക്കം പരിക്കേറ്റ് നേരത്തെ കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പോലീസുകാരൻ്റെ ഈ തലക്കടക്കം സാരമായ പരിക്കേറ്റിരുന്നു. ഇത്തരത്തിൽ നിരവധി ഈ പോലീസുകാരെയും ഇത് കൂടാതെ തന്നെ നാട്ടുകാരെയും ഒക്കെ തന്നെ ഈ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലും കൂടാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും അടക്കം പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നിരന്തരമായി ഈ വർഷങ്ങളായി ഇവിടെയുള്ള നാട്ടുകാർ തുടരുന്ന ഒരു സമരമാണ് ഇപ്പോൾ വലിയൊരു സംഘർഷാവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. അതാണ് ഇത്തരത്തിൽ പോലീസും നാട്ടുകാരും തമ്മിൽ ഏറ്റുമുട്ടുന്നതിലേക്കും ഇത്തരത്തിൽ വലിയ ഈ പോലീസിനായാലും നാട്ടുകാർക്കായാലും വലിയ പരിക്കേൽക്കുന്ന സംഘർഷാവസ്ഥയിലേക്കും എത്തിച്ചേർന്നത്. എന്തായാലും ഇപ്പോഴും ഈ ഒരു പ്രദേശത്ത് ഈ സംഘർഷാവസ്ഥ അടക്കാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പോലും ഈ സ്ഥാപനം അടച്ചുപൂട്ടണമെന്ന ആവശ്യം ശക്തമാക്കിയായിരുന്നു നാട്ടുകാരും ഉണ്ടായിരുന്നത്. വർഷ, ശരി ദൃശ്യം.